Hello everyone, Ernst Academyയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് FSSAI കണ്ടക്ട് ചെയ്യുന്ന സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരേണ്ടത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു എക്സാം നോക്കിയിരിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ എത്തിയിട്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാതെ വരും. കാരണം വലിയ നോട്ടിഫിക്കേഷൻ വന്ന് വലിയ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഇതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ്, ഇതുവരെയും നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ് കാണും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് കരുതിയിരിക്കുന്നവരുണ്ടാവും. പക്ഷെ അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒരുപാട് ബാധിക്കും. കാരണം നിങ്ങൾക്ക് ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം പോലും നിങ്ങൾക്ക് പിന്നീട് ഇത് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേണും അതിന്റെ മാർക്ക് വെയിറ്റേജും കൂടി ഒന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിന്റെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിന്റെ എക്സാം നടക്കുന്നത്. CBT 1, CBT 2. ഇതിൽ CBT 1 പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. അതിൽ CBT 1 വരുന്നത് ജനറൽ ഇന്റലിജൻസ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇംഗ്ലീഷിന്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ജനറൽ അവയർനെസിന്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കമ്പ്യൂട്ടറിന്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത്രയാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് ബിയിൽ വരുന്നത് FSSAIയിലെ ഫങ്ഷണൽ നോളജ് ആണ്. അതിന് 80 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസും 180 മിനിറ്റ്സും ആയിരിക്കും എക്സാമിനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. നമ്മൾ CBT 2 വരുമ്പോൾ CBT 2 180 മിനിറ്റ്സ് തന്നെയാണ്, അതായത് 3 മണിക്കൂറിൻ്റെ എക്സാം ആണ്. 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ 80 ക്വസ്റ്റ്യൻസ് നമുക്ക് 6 സെക്ഷനുകളിലായിട്ടായിരിക്കും. അതിൽ 6 സെക്ഷനിൽ നമുക്ക് ഏതെങ്കിലും 4 സെക്ഷൻ നമ്മൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അത് നമ്മുടെ ചോയ്സ് ആണ്. ഏത് സെക്ഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ഓരോ സെക്ഷനും 20 മാർക്ക് വീതമായിരിക്കും. അപ്പം ടോട്ടൽ 320 മാർക്കിന്റെ എക്സാം ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഇതിന്റെ സെക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് FSSAI റോൾ, ഫങ്ഷൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്. നെക്സ്റ്റ് ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ ഫുഡ് ലോസ്, ഫുഡ് പ്രിസർവേഷൻ, പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, ഫുഡ് കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ, ഫുഡ് മൈക്രോബയോളജി ആൻഡ് ഹൈജീൻ, ഫുഡ് അനാലിസിസ് ആൻഡ് ടെസ്റ്റിംഗ്. ഇത്രയും 6 സെക്ഷൻസ് ആണ് നമ്മുടെ CBT 2 വരുന്നത്. ഈ 6 സെക്ഷൻസിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 4 സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓരോ സെക്ഷനും 20 ക്വസ്റ്റ്യൻസ് വീതമാണ് വരുന്നത്. ഓരോ സെക്ഷനിലും 80 മാർക്കായിരിക്കും ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ടോട്ടൽ 320 മാർക്കിന്റെ എക്സാം ആണ് CBT 2 വരുന്നത്. അപ്പോൾ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അപ്പം ഈ രണ്ട് സിലബസുകളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സമയം വേണ്ടി വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് കംപ്ലീറ്റ് ആവാതെ പോകും. നിങ്ങൾ CFSOയുടെ എക്സാം നോക്കിയിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇനിയും ടൈം ഉണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നെക്സ്റ്റ് മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് ഈ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് CFSOയുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കമന്റ് സെക്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.